ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ ഹ്യുണ്ടായി ക്രെറ്റ ഫേസ് ലിഫ്റ്റിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അഥവാ ഈ വാഹനത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ അധികം കാലമായിട്ടില്ല, പക്ഷെ എന്നാലും ഹ്യുണ്ടായി അതിന് ഡെലിവറി ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും ഇത് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കുമല്ലോ. എന്തായാലും ഇതിൻ്റെ ഒരു പ്രോ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡിസൈനിൽ അവർ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു ഫേസ് ലിഫ്റ്റ് മാത്രമാണ്, എന്നിട്ട് പോലും അവർ സ്ട്രക്ചർ വരുത്തിയിട്ടുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ടോട്ടൽ ഡിസൈനിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളൊക്കെ തന്നെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആകെപ്പാടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന സിൽവർ സ്ട്രിപ്പ് ഒന്ന് എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി നന്നായേനെ. അതെനിക്ക് തോന്നുന്നു വൈറ്റ് കളർ അല്ലെങ്കിൽ സിൽവർ കളറൊക്കെയാണ് വണ്ടിയുടെ ബോഡി കളറെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന്. പേഴ്സണലി എനിക്ക് പ്രീ ഫേസ് ലിഫ്റ്റ് ക്രെറ്റ കാണാൻ വലിയ താല്പര്യമുള്ള ഒരു വാഹനമല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ കാര്യം വലിയ കുഴപ്പമില്ല. ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും ഒരു നോർമൽ SUV എങ്ങനെയാണോ, അതായത് ഒരു കോമ്പാക്ട് SUV അതുപോലെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു പ്രോ ആയിട്ട് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെയാണ്. നമ്മളിപ്പോഴത്തെ കാലത്തെ വണ്ടികൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഒരു ഫേസ് ലിഫ്റ്റ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് ആണെങ്കിലും അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റബ്ബറൈസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്ലാസ് ലീഡിംഗ് ആണ് എന്ന് നമുക്ക് പറയാം. മാത്രമല്ല ഓവറോൾ ഈ വാഹനത്തിൽ വരുന്ന ഫീച്ചേഴ്സൊക്കെ ആണെങ്കിൽ തന്നെ അതും അടുത്തൊരു പ്രോ ആയിട്ട് പറയാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഈ വാഹനത്തിൽ നമുക്ക് 10.25 ഇഞ്ച് സൈസ് വരുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ലെവൽ 2 വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡ്യുവൽ സോൺ ഓട്ടോ AC ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പിന്നെ പാനറോമിക് സൺറൂഫ് ഉണ്ട്, അതുപോലെ 360 പാർക്കിംഗ് ക്യാമറ ഉണ്ട്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ മോഡ്സ് ഉണ്ട്. അങ്ങനെ പറയണ്ട, ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിലുണ്ട്. ഈവൻ നമുക്ക് ഡ്രൈവർ സീറ്റിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ് അവൈലബിൾ ആണ്. അങ്ങനെ ഞാനിപ്പോൾ എല്ലാം ഒന്നും പറയാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. പുതിയതായിട്ടും ഒരു 360 ക്യാമറ പോലുള്ള ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തായിരുന്നു. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോ ഈ വാഹനത്തിൻ്റെ സ്പേസും അതുപോലെ ഇതിൻ്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ്. പ്രീ ഫേസ് ലിഫ്റ്റ് ക്രെറ്റ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു. ലോങ് ട്രിപ്പൊക്കെ പോകുകയാണെങ്കിലും ഇതിൻ്റെ സസ്പെൻഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഓവറോൾ ഈ വണ്ടിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് സുഖയാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത്. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. കംഫർട്ടിൻ്റെ കാര്യത്തിൽ ക്രെറ്റ ഇപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈവൻ ബാക്ക് സീറ്റ് സ്പേസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു വാഹനത്തിൽ കിട്ടും. ഇതിനകത്ത് 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് അവൈലബിൾ ആണ് ബാക്കിൽ. ആൻഡ് നടുവിൽ ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ടൈപ്പ് C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ബാക്കിൽ AC വെൻസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഫേസ് ലിഫ്റ്റിൽ അവർ അണ്ടത്തെ സപ്പോർട്ട് ബാക്കിലത്തെ സീറ്റ്സിനെ കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ടെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. ആകെപ്പാടൊരു പ്രശ്നമുള്ളത് നടുവിൽ ഹെഡ് റെസ്റ്റ് അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് നമുക്ക് സെൽട്ടോസിൽ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. എനിവേ അതില്ല. അത് മാത്രമാണ് ഇതിൻ്റെ ചെറിയൊരു ഡ്രോബാക്ക് ഉള്ളത് നമ്മൾ സീറ്റിംഗ് കംഫർട്ടിൻ്റെ കാര്യത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ. അല്ലാണ്ട് സ്പേസ് ഉണ്ട്. മാത്രമല്ല ബൂട്ട് സ്പേസ് ആണെങ്കിലും 433 ലിറ്റേഴ്സ് ഉണ്ട്, അതും സഫീഷ്യൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ആണെങ്കിൽ അത്യാവശ്യം സോഫ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ സിറ്റി ഡ്രൈവിങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഗട്ടറും ജമ്പും ബമ്പും എല്ലാ സാധനങ്ങളും വരികയാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് തന്നെ ഒരു വാഹനം അബ്സോർബ് ചെയ്തോളും. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു തന്നെ സ്ട്രക്ചറിൽ അവർ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ടെന്ന്. അത് ഹ്യുണ്ടായി അവരുടെ ഈ വണ്ടി അൺവീൽ ചെയ്ത സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ അകത്ത് അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന സ്റ്റീലിൻ്റെ ക്വാളിറ്റിയും അതുപോലെ അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ, അഡ്വാൻസ് ഹൈ സ്ട്രെങ്ത് സ്റ്റീലും ഒക്കെ എമൗണ്ട് കുറവായിരുന്നു. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അതങ്ങോട്ട് ഒഴിവാക്കുമായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ ഒരു സംഭവം അവർ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ വൈസ് അവർ അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടും ഇതിനകത്ത് 6 എയർ ബാഗ്സ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ബേസ് മോഡൽ മുതൽ തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് ഉണ്ടായി അത്യാവശ്യം മുകളിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ ഏകദേശം അല്ലെങ്കിൽ ഭാരത് എൻക്യാപ്പിൽ ഒരു 4-5 സ്റ്റാർ റേറ്റിംഗ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പെർണയ്ക്ക് ഭാരത് എൻക്യാപ്പിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ കിട്ടിയതാണല്ലോ, അൺസ്റ്റേബിൾ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി ആണെങ്കിലും. എന്തായാലും ഹ്യുണ്ടായി സേഫ്റ്റിയുടെ കാര്യത്തിൽ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെയാണ്. സംഭവം പറഞ്ഞു വരുമ്പം ഇതിൻ്റെ അകത്ത് 3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട്, 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ഉണ്ട്, പിന്നെ ഒരു 1.5 TGDI ടർബോ പെട്രോൾ എഞ്ചിനും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഈ വാഹനത്തിലുണ്ട്. ഈവൻ ഈ ഓരോ എഞ്ചിൻ ഓപ്ഷൻ്റെ കൂടെ നമുക്ക് 2 ട്രാൻസ്മിഷൻ ഓപ്ഷൻസും വെച്ചും വരുന്നുണ്ട്. ഡീസലാണെങ്കിൽ 6 സ്പീഡ് മാനുവൽ ഉണ്ട്, 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഉണ്ട്. അതുപോലെ പെട്രോൾ ആണെങ്കിൽ 6 സ്പീഡ് മാനുവൽ ഉണ്ട്, അതുപോലെ തന്നെ 6 സ്പീഡ് CVT നമുക്ക് വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു 1.5 ടർബോയിൻ്റെ അകത്ത് 7 സ്പീഡ് DCT അവൈലബിൾ ആണ്. എന്തായാലും ആ DCT മാത്രമേ അതിൻ്റെ അകത്ത് ടർബോയിൽ നമുക്ക് കിട്ടുന്നുള്ളൂ, മാനുവൽ കിട്ടുന്നില്ല. അത് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാമായിരുന്നു, അവർ വെർണയിലൊക്കെ കൊടുത്താണ്. പക്ഷേ എന്നാലും ഞാൻ കംപ്ലയിൻ്റ് ഒന്നും പറയുന്നില്ല. കാരണം അത്രയും പ്രൈസ് കൊടുക്കുമ്പോൾ മാനുവൽ പ്രിഫർ ചെയ്യാൻ ആകെ വളരെ കുറച്ച് വിരലെണ്ണാവുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു മാനുവൽ അറ്റ്ലീസ്റ്റ് ക്രെറ്റയിൽ സ്കിപ്പ് ചെയ്തത്. കാരണം ഇതൊരു സ്പോർട്ടി ആയിട്ട് ഓടിക്കേണ്ട വണ്ടിയൊന്നും അല്ലല്ലോ. ഈവൻ ദോ സ്പോർട്ടി ആയിട്ട് ഓടിക്കേണ്ട വണ്ടി അല്ലെങ്കിൽ പോലും ഇതിന് 1.5 ടർബോയ്ക്ക് അത്യാവശ്യം നല്ല പവർ ഉണ്ട് കേട്ടോ. അത് 160 PS-ഉം 253 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഡീസൽ ആണെങ്കിൽ പോലും 116 PS പവറും അതുപോലെ 250 Nm ടോർക്കുമാണ്.
പിന്നെ 1.5 പെട്രോൾ ആണെങ്കിലും 115 PS പവർ, 144 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്ക് ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പവറിൻ്റെ കാര്യം. ഇനി അടുത്തത് നമുക്ക് വേണമെങ്കിൽ ക്രെറ്റ എന്ന് പറയുമ്പം ആ വണ്ടി ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. 2016 16-15 സമയത്താണ് ക്രെറ്റ വരുന്നത്. ആ ഒരു കാലം കൊണ്ട് ഇപ്പോൾ ഏകദേശം 9 വർഷമായി എന്ന് പറയും ക്രെറ്റ നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ ഓടാൻ തുടങ്ങിയിട്ട്. സോ ഒരു വളരെ പഴക്കം ചേർന്ന നെയിം പ്ലേറ്റാണ് ക്രെറ്റയുടെ. ആ ഒരു സംഭവം, ആ ക്രെറ്റ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് അവർ ഡീസൽ ഇപ്പോഴും കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റുള്ള വണ്ടികളിലൊക്കെ ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് ഹോണ്ട ഇറക്കിയ എലവേറ്റിൽ നോക്കിയാൽ ഡീസലില്ല. ഫോക്സ് വാഗൻ ട്വിൻസിൽ നമ്മുടെ ടൈഗറിലും അതുപോലെ കുഷാക്കിലും ഡീസലില്ല. പിന്നെ എന്താ ഈ സെഗ്മെൻറ്റിൽ വരുന്ന ഒട്ടുമിക്ക വണ്ടികളിൽ ഒന്നിനും ഡീസലില്ല. ആകെപ്പാടെ സെൽട്ടോസിലും ക്രെറ്റയിലും മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഡീസൽ വേണമെങ്കിൽ തീർച്ചയായും ഈ 2 വണ്ടികൾ മാത്രമാണ് ഇപ്പോൾ ഒരു ഓപ്ഷൻ ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് അതെന്തായാലും ക്രെറ്റയുടെ ഫേവറിൽ തന്നെയായിരിക്കും പോകുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺസ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. കാരണം ക്രെറ്റ ഈ വണ്ടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയതാണ്. സോ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചായിരുന്നു. എന്നാലും നിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയ ഒരു സംഭവം, ഇവരാകെ ഇതിൻ്റെ 1.5 ടർബോ അത് പുതിയൊരു എഞ്ചിനായിട്ട് പറയുന്നുണ്ടെങ്കിലും ആകെപ്പാട് ഒറ്റൊരു വേരിയൻറ്റിൽ കൊടുത്തിട്ടുള്ളൂ. SX ഓപ്ഷണൽ എന്ന് പറയുന്ന ടോപ്പ് എൻ്റെ, അതൊന്ന് 7 സ്പീഡ് DC ടച്ച്, അത് ഞാൻ പറഞ്ഞല്ലോ. ആകെ 20 lakhs നിങ്ങളുടെ എക്സ്ഷോറൂം പ്രൈസ് അത് വരുന്നുണ്ട്. അപ്പോൾ ഓൺ റോഡ് ഒരു 25-26 lakhs ഒക്കെ ആവും. അത് അത്രയും റേറ്റ് നിങ്ങളുടെ അടുത്ത് എടുക്കാനുണ്ടെങ്കിൽ മാത്രമാണ് 1.5 ടർബോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കുറച്ചും കൂടെ താഴ്ന്ന വേരിയൻസ്, ഇപ്പോൾ ഈവൻ SX ഓപ്ഷനിലേക്ക് പോകാണ്ട് S ആണെങ്കിലോ അല്ലെങ്കിൽ SX ടെക് എന്നൊക്കെ പറഞ്ഞ പുതിയ വേരിയൻസ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. S ഓപ്ഷണൽ, ഈ S ഓപ്ഷണലും കൂടെ വേണമെങ്കിൽ അവർക്ക് കൊടുക്കായിരുന്നു. കാരണം ഒട്ടുമിക്ക ഓപ്ഷൻസ് അവർ S ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പെട്രോൾ ഓട്ടോമാറ്റിക്, പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക്, ഈ സാധനങ്ങളൊക്കെ ആ ഒരു ഓപ്ഷൻ നമുക്ക് S ഓപ്ഷനിൽ അവൈലബിൾ ആണ്. പക്ഷെ എന്നാൽ ഈ ഒരു പുതിയ 1.5 ടർബോയുടെ കേസിലേക്ക് വരുമ്പോഴേക്കും അത് അവർ ആകെപ്പാടെ ടോപ്പ് എൻഡിൽ മാത്രം കൊണ്ടങ്ങോട്ട് ചവിട്ടി നിർത്തി. അതെനിക്ക് കുറച്ച് മോശമായിട്ട് തോന്നി. കാരണം അത്രയും എന്തായാലും ആൾക്കാരൊന്നും പുഷ് ചെയ്ത് അതെടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അത്രയും പ്രൈസ് കൊടുക്കും. ഈവൻ നമ്മുടെ ഡീസലിൻ്റെയും അതുപോലെ ഇതിൻ്റെയും ടോപ്പ് എൻഡിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എക്സാക്ട്ലി സെയിം ആണ്, 19.99 lakhs. ചിലപ്പോൾ അത്രയും പ്രൈസ് കൊടുക്കുമ്പോൾ ആൾക്കാർ പിന്നെ ഡീസൽ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ക്രെറ്റയുടെയും സെൽട്ടോസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ആൾക്കാർ ഏകദേശം ഒരു 53%, 57% അടുത്ത് ഇതിന് ഡീസൽ ചൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പെട്രോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതിപ്പോഴും പെട്രോളിന് ഡിമാൻഡ് വളരെ കൂടുതലാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത്. എന്നിട്ട് പോലും ഡീസലിന് ഇത്രയും ഡിമാൻഡ് ഈ 2 വണ്ടികൾക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസലിന് മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതാണല്ലോ കാണിക്കുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരുപാട് പ്രൈസ് സ്പെൻഡ് ചെയ്യുകയാണ് ഈ വണ്ടിയിൽ. അതും 1.5 NA പെട്രോൾ, ഞാൻ ടർബോയുടെ കാര്യമല്ല, നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് SX ഓപ്ഷണൽ ടോപ്പ് എൻഡ് മോഡലിന് ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ഏകദേശം 18.85 lakhs അടുത്ത് വരെ വരുന്നുണ്ട്. അതിൽ നിങ്ങൾ ഏകദേശം ഇപ്പോൾ ഓൺ റോഡൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ 1.5 ടർബോ കിട്ടും. ഇതിന് തന്നെ ഓൺ റോഡ് ഏകദേശം 23 ലക്ഷം രൂപ വരും. ഈ 18.85 എക്സ്ഷോറൂം എന്ന് പറഞ്ഞാൽ 23 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങളൊരു 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനുള്ള CVT മോഡൽ എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അത് ഒരു വളരെ ആവറേജ് എഞ്ചിനാണ്. CVT കൂടെ വരുമ്പോഴേക്കും സംഭവം സ്മൂത്തൊക്കെ ആയിരിക്കും, നമുക്ക് അത്യാവശ്യം ട്രാഫിക്കിലൂടെയൊക്കെ ഓടിക്കാൻ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ അത്രയൊക്കെ പ്രൈസ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ടർബോ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമുക്ക് ഈ 1.5 CVT ഒക്കെ കുറച്ചുകൂടെ മൈലേജ് ഇൻഫാക്ട് നിങ്ങൾ ലോങ് ഒക്കെ പോകുകയാണെങ്കിൽ ടർബോയ്ക്ക് കിട്ടും. മാത്രമല്ല ഓവറോൾ പവറിൻ്റെ കാര്യത്തിൽ ഈ വണ്ടി ഭയങ്കര മോശമാണ്. അതായത് CVT കൂടെ വരുമ്പോഴേക്കും ആ റബ്ബർ ബാൻഡ് എഫക്റ്റും നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ CVT വിത്ത് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ പെട്രോളിൽ അത് കുറച്ച് റബ്ബർ ബാൻഡ് എഫക്റ്റ് ഒക്കെ അഡീഷണൽ വന്ന് നമുക്ക് കുറച്ച് വലിയ മുട്ടുന്ന പോലെയൊക്കെ തോന്നി ഓവർടേക്കിങ്ങിലൊക്കെ സമയത്താണെങ്കിൽ കുറച്ച് പ്ലാനൊക്കെ ചെയ്തെടുക്കേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ 23 ലക്ഷം രൂപ കൊടുത്തൊരു വണ്ടി വാങ്ങുമ്പം ഇത്തരത്തിലുള്ള പവറിൻ്റെ കുറച്ച് ലോസൊക്കെ ഞാൻ പേഴ്സണലി എടുക്കില്ലായിരുന്നു, ഒരിക്കലും എടുക്കില്ലായിരുന്നു. എന്തായാലും ഈ 1.5 NA പെട്രോളിൽ നിങ്ങൾ 18 lakhs മുകളിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന എനിക്ക് ഭാഗത്തായിട്ട് തോന്നാറില്ല ഒരിക്കലും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അടുത്തൊരു കോൺ എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്പോർട്ടി ആയിട്ടുള്ള വാഹനമല്ല. അഗൈൻ അത് ഈ വണ്ടിയുടെ കോണായിട്ട് അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ക്രെറ്റ ഒരിക്കലും അവർ ആദ്യകാലം മുതൽ തന്നെ സ്പോർട്ടി ആയിട്ടുള്ളൊരു വാഹനമായിട്ട് ഇറക്കിയിട്ടേ ഇല്ല. പിന്നെ പണ്ട് ഇതിന് 1.6 ഡീസൽ ഉണ്ടായിരുന്നു ജെൻ 1, അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ളൊരു എഞ്ചിനായിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും 1.4 ടർബോ സെക്കൻഡ് ജെൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ 1.5 ടർബോ ഉണ്ട്. അതായത് പവറിൻ്റെ കാര്യത്തിൽ ഹ്യുണ്ടായി ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല, നല്ല രീതിയിൽ പവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ നമ്മളിപ്പോൾ ഓടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കോണേഴ്സിലൊക്കെ അഗ്രസീവായിട്ട് പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് വളമൊക്കെ ഇങ്ങനെ ടക്ക് 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 എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്തൊക്കെ എടുക്കാനോ ഒന്നിനൊന്നും ഇതിനകത്ത് പറ്റിക്കൊള്ളണമെന്നില്ല. കുറച്ച് ബോഡി റോളും കാര്യങ്ങളൊക്കെ വരും. അതിനുവേണ്ടി നമുക്ക് മാർക്കറ്റിൽ വേറെ ഓപ്ഷൻസും ഉണ്ട്. അങ്ങനെ ഓടിക്കാനും ക്രെറ്റ എടുക്കാറുമില്ല. എന്തായാലും അതാണ് നമ്മുടെ പുതിയ ക്രെറ്റയുടെ പ്രോസ് ആൻഡ് കോൺസ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.